BDIS കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ ചോദ്യം വന്നിട്ടുള്ളത്. എന്താണ് BDIS കോഴ്സ് നോക്കാം. ഒരു UG കോഴ്സാണ്, ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അത് ടെക്സ്റ്റൈൽ ഡിസൈൻ, ആക്സസറി ഡിസൈൻ, അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ, ഫാഷൻ ഡിസൈനിങ് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കോഴ്സാണ് BDIS കോഴ്സ് എന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെ ചൂസ് ചെയ്യാം, BDIS കോഴ്സ് ആർക്കൊക്കെ ചൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫാഷൻ ഡിസൈനിങ്, അതേപോലെ തന്നെ ലെതർ, ഫിലിം ആൻഡ് വീഡിയോ, പ്രൊഡക്റ്റ് ഡിസൈൻ, അതേപോലെ തന്നെ BDIS കോഴ്സ് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എലിജിബിലിറ്റി എന്താണ് എലിജിബിലിറ്റി നോക്കാം. +2 പാസ്സാവണം. അതേപോലെ തന്നെ എന്തെങ്കിലും ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ബോർഡ് എക്സാം, +2 എക്സാം, നിങ്ങൾ ക്ലാസ് 12 എക്സാം നിങ്ങൾ ക്വാളിഫൈഡ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾ അത് പാസ്സായിരിക്കണം. അതാണ് BDISനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് എക്സാംസ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാംസ് BDIS കോഴ്സിനായിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ എക്സാം വരുന്നത് UCED എന്ന് പറയുന്ന എക്സാമാണ്. UCED എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻ സ്റ്റഡി BDS ഇൻ IITസിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ട ഒരു എൻട്രൻസ് ടെസ്റ്റാണ് UCED എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് NIFT എൻട്രൻസ് എന്ന് പറയുന്ന ടെസ്റ്റാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്ന് പറയുന്ന അവരുടെയൊക്കെയുള്ള എക്സാംസ് ആണ്, നമുക്ക് എൻട്രൻസ് ടെസ്റ്റാണ് NIFT എൻട്രൻസ്. ഇനി NID DAT എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇനി അടുത്തത് വരുന്നത് BITS ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ BITS DAT എന്ന് പറയുന്ന അടുത്ത ഒരു എൻട്രൻസ് ടെസ്റ്റാണ്. നമുക്ക് BDISലേക്ക് അടുത്തതായിട്ട് എഴുതാൻ പറ്റുന്ന എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെയാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നമുക്ക് BDIS ചെയ്യാൻ പറ്റുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. IIT ബോംബെ ആണ് ആദ്യമായിട്ട് വരുന്നത്. NIFT ക്യാമ്പസുകൾ വരുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ക്യാമ്പസുകളാണ്. ഇനി NID ക്യാമ്പസുകൾ വരുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് ക്യാമ്പസുകൾ വരുന്നുണ്ട്. BITS ക്യാമ്പസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമ്പസുകളാണ് ടോപ്പ് ലെവലിൽ നമ്മൾ ഇന്ത്യയിലുള്ള ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. ഇനി BDIS നമ്മൾ BDIS ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ടോപ്പ് ജോബ് പ്രൊഫൈൽസ് വരുന്നത് ഫാഷൻ ഡിസൈനർ, ഗ്രാഫിക് ഡിസൈനർ, UI അല്ലെങ്കിൽ UX ഡിസൈനർ, ടെക്സ്റ്റൈൽ ഡിസൈനർ, പ്രൊഡക്റ്റ് ഡിസൈനർ, ഇൻഡസ്ട്രിയൽ ഡിസൈനർ ആൻഡ് ആർട്ട് ഡയറക്ടർ ഇങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കോഴ്സ് കൂടിയാണ് നമ്മളുടെ ഈ ഒരു BDIS എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ നമുക്ക് BDISുമായിട്ടുള്ള സംശയങ്ങൾ തീർന്നെന്ന് വിചാരിക്കുന്നു. സയൻസ്, മാത്സ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മക്കൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ X&Y ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾ ഉപകാരമായിരിക്കും. അപ്പോൾ X&Y കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യും.